നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കുമാണ് തുടക്കമിട്ടത്. സംഭവം വാർത്തയായതിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് തിരുവനന്തപുരത്തെ സബ് കളക്ടർ. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലം സന്ദർശിക്കാനെത്തിയ സബ് കളക്ടർ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ വൈറലായതോടെയാണ് ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയ പേജുകളിൽ സബ് കളക്ടറുടെ പേരും വിവരവും തിരക്കി ആരാധകരെത്തിയത്. OV ആൽഫ്രഡ് എന്നാണ് തിരുവനന്തപുരം സബ് കളക്ടറുടെ പേര്. ഗോപൻ സ്വാമിയുടെ വാർത്തകൾക്ക് താഴെ കമൻറ്റുമായി എത്തുന്നവരിൽ ഏറെയും ആൽഫ്രഡിൻ്റെ ഇൻസ്റ്റാഗ്രാം ID തിരഞ്ഞെത്തുന്നവരാണ്. കണ്ണൂർ സ്വദേശിയായ OV ആൽഫ്രഡ് 2022 ബാച്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്. നിലവിൽ തിരുവനന്തപുരം സബ് കളക്ടറും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമായി സേവനമനുഷ്ഠിക്കുന്നു. ചെറുപുഴ സെൻറ് മേരീസ് ഹൈസ്കൂൾ, തോമാപുരം സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. 2017 ബാംഗ്ലൂരു ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടി. ഡൽഹിയിൽ 1 വർഷം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തു. ബിരുദ പഠന കാലത്താണ് സിവിൽ സർവീസിനെ കുറിച്ച് ആൽഫ്രഡ് ചിന്തിക്കുന്നത്. ആദ്യവട്ടം മെയിൻസിൽ തോൽവി നേരിട്ടെങ്കിലും 2ാം ശ്രമത്തിൽ ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ലഭിച്ചു. ഗാസിയാബാദിലെ നാഷണൽ പോസ്റ്റർ അക്കാദമിയിൽ പരിശീലനത്തിന് ചേർന്നു. എന്നാൽ സിവിൽ സർവീസ് സ്വപ്നം ഉപേക്ഷിക്കാൻ ആൽഫ്രഡ് തയ്യാറായില്ല. 3ാം ശ്രമത്തിൽ സിവിൽ സർവീസ് നേടി. മുൻപ് ലഭിച്ച 310ാം റാങ്ക് 2022 57ലേക്ക് ഉയർത്തിയാണ് ആൽഫ്രഡ് തൻ്റെ നിശ്ചയദാർഢ്യം തെളിയിച്ചത്. സിവിൽ സർവീസ് പഠനകാലത്ത് പഠനത്തിനായി സമയം മാറ്റിവെച്ചതിനൊപ്പം സിനിമ കാണാനും ടർഫിൽ ഫുട്ബോൾ കളിക്കാനുമൊക്കെ സമയം കണ്ടെത്തി. പാലക്കാട് ജില്ലയിൽ അസിസ്റ്റന്റ് കളക്ടറായി സേവനമനുഷ്ഠിച്ചു. 2024 സെപ്റ്റംബർ 9 തിരുവനന്തപുരം സബ് കളക്ടറായി ചുമതലയേറ്റു. ഈ അടുത്തായി IPS IAS ഉദ്യോഗസ്ഥർ സോഷ്യൽ ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് പതിവായിട്ടുണ്ട്. കേരള കേഡറ്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസറായി എത്തിയ മെറിൻ ജോസഫും അക്കാലത്ത് സോഷ്യൽ മീഡിയയുടെ ക്രഷായിരുന്നു. ദിവ്യ S. അയ്യർ, യതീഷ് ചന്ദ്ര എന്നിവരും സൈബർ എടുത്ത് തരംഗം തീർത്ത സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാണ്.